എന്താണ് നെബുലകൾ? നെബുലകൾ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് പൊടിയും വാതകവും നിറഞ്ഞ ഭീമാകാരമായ മേഘങ്ങളെയാണ് നെബുലകൾ എന്ന് പറയുന്നത്. ആയുസ് തീരാറായ നക്ഷത്രത്തിന് സ്ഫോടനങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന വാതകങ്ങളും പൊടിയുമാണ് നെബുലകളായി രൂപപ്പെടുന്നത്. ഈ നെബുലകളിൽ തന്നെയാണ് പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന സ്ഫോടനത്തിനെയാണ് സൂപ്പർനോവ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് നെബുലകൾ രൂപപ്പെടുന്നത്. ചില നെബുലകളെ നമ്മൾ വിളിക്കുന്നത് നക്ഷത്രങ്ങളുടെ നഴ്സറി എന്നാണ്. നക്ഷത്രങ്ങളാണ് ഈ നെബുലകളിൽ ഉള്ളത്. എങ്ങനെയാണ് നെബുലകളിൽ നമ്മളുടെ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്? മുമ്പ് പറഞ്ഞതുപോലെ നെബുലകൾ ഉണ്ടായിരിക്കുന്നത് പൊടിപടലങ്ങളും വാതകവും കൂടിച്ചേർന്നാണ്. ഈ വാതകങ്ങൾ എന്ന് പറയുന്നത് അതിൽ കൂടുതലും ഹൈഡ്രജനും ഹീലിയവുമായിരിക്കും. നെബുലയ്ക്കുള്ളിലുള്ള ഈ വാതകവും പൊടിപടലങ്ങളും കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയായിട്ടായിരിക്കും വ്യാപിച്ച് കിടക്കുന്നത്. നെബുലകൾ പൊടിയും വാതകവും കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ വാതകത്തിൽ കൂടുതലായും കണ്ടുവരുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ്. ഒരു നെബുലയിലെ പൊടിയും വാതകങ്ങളും വളരെ പരന്നു കിടക്കുന്നു. പക്ഷേ ഗുരുത്വാകർഷണം സാവധാനത്തിൽ പൊടിയുടെയും വാതകത്തിൻ്റെയും കൂട്ടങ്ങളെ വലിച്ചെടുക്കാൻ തുടങ്ങും. ഈ കൂമ്പാരങ്ങൾ വലുതാകുമ്പോൾ അവയുടെ ഗുരുത്വാകർഷണം കൂടുതൽ ശക്തമാവുന്നു. അപ്പോൾ കൂടുതൽ പൊടിപടലങ്ങളെയും വാതകങ്ങളെയും ഇത് വലിച്ചെടുക്കാൻ തുടങ്ങും. ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ കോറ് അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ട് ചൂടുള്ള ഒരു കാമ്പ് ഉണ്ടായി വരുന്നു. ഇത് നക്ഷത്രത്തിൻ്റെ ജനനത്തിൻ്റെ ഒരു തുടക്കമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നെബുലയുടെ പേരാണ് ഹീലിക്സ് നെബുല എന്ന് പറയുന്നത്. ഇനിയും കുറേയധികം നെബുലകളെ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഒറായൻ നെബുലയാണ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഒറായൻ മോളിക്കുലാർ ക്ലൗഡ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഇൻ്റർസ്റ്റെല്ലാർ മേഘത്തിൻ്റെ ഭാഗമാണ് ഒറായൻ നെബുല. ഒറിയോൺ നക്ഷത്ര സമൂഹത്തിൻ്റെ ദിശയിൽ ഏകദേശം 1500 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് പുതിയ നക്ഷത്രങ്ങളും തവിട്ടുകുള്ളന്മാരും അടങ്ങുന്ന 24 പ്രകാശവർഷം വീതിയുള്ള ഒരു ഭാഗമാണ് ഇത്. ഒറോയൻ ബെൽറ്റിൻ്റെ ആ 3 നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ താഴെയായിട്ടാണ് ഈ ഒറായൻ നെബുല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഹൃദയഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ട്രപ്പീസിയം എന്നാണ്. ഇവയിലുള്ള നക്ഷത്രങ്ങൾക്ക് ഏകദേശം 2 ദശലക്ഷം വർഷം പഴക്കം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തതായി ഹോഴ്സ് ഹെഡ് നെബുല. പേര് പോലെ തന്നെ കുതിരയുടെ തലയോട് സാമ്യമുള്ള ഈ നെബുലയെ ഹോഴ്സ് ഹെഡ് നെബുല എന്നാണ് വിളിക്കുന്നത്. ഇതും ഒറായൻ നെബുലയുടെ ഒരു ഭാഗമാണ്. ഇതിനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രകാശം ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ കാരണം ഈ നെബുലയുടെ പിറകുവശത്ത് നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഇതിൽ പതിക്കുന്നതുകൊണ്ടാണ് ഈ നെബുലയെ ഒരുപാട് പ്രകാശിച്ച് നിൽക്കുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ഈഗിൾ നെബുല. ഇതിനെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നെബുലയെ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്നും വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൃഷ്ടിയുടെ തൂണുകൾ. ഒരുപാട് പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന ഒരു നെബുലയാണ് ഈഗിൾ നെബുല. ഏകദേശം 7000 പ്രകാശവർഷം അകലെയായിട്ടാണ് ഈഗിൾ നെബുല സ്ഥിതി ചെയ്യുന്നത്. ഇത് സെർപ്പൻസ് നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. 100ലധികം പ്രകാശവർഷങ്ങൾക്കുള്ളിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ നെബുലയുടെ തൂണിൻ്റെ ഭാഗത്ത് മാത്രമല്ല നക്ഷത്രങ്ങളുള്ളത്, അതിനടിയിലും ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്.
ഈഗിൾ നെബുലയെ M16 എന്നും വിളിക്കാറുണ്ട്. ഇനി മറ്റൊരു നെബുലയെ പറ്റി നോക്കാം. ക്രാബ് നെബുല അല്ലെങ്കിൽ M1 എന്ന അറിയപ്പെടുന്ന ഈ നെബുല ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ സൂര്യൻ്റെ 10-11 ഇരട്ടി മാസുള്ള ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായതാണ് ക്രാബ് നെബുല. എന്നാൽ ഈ പൊട്ടിത്തെറിച്ച ഈ നക്ഷത്രം ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുകയും ഇതിനെ ക്രാബ് നെബുല പൾസാർ എന്നാണ് വിളിക്കുന്നത്. ക്രാബ് നെബുല ഭൂമിയിൽ നിന്നും 6500 പ്രകാശവർഷം അകലെ ടോറസ് എന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും നെബുലകളെ പറ്റിയുള്ള കുറച്ച് വസ്തുതകൾ നോക്കാം. നെബുലകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെയല്ല, നെബുലകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സൂര്യനും നക്ഷത്രവും ഉണ്ടായിരിക്കുന്നത് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെബുലയിൽ നിന്നാണ്. നെബുലകൾ നമ്മളുടെ ഗാലക്സിയിൽ മാത്രമല്ല ഉള്ളത്, മറ്റ് പല ഗാലക്സികളിലും ആസ്ട്രോണമേഴ്സ് ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിൻ്റെ നാശം എന്ന് പറയുന്നത് അതിൻ്റെ അന്ത്യമല്ല, മറ്റൊന്നിൻ്റെ തുടക്കമാണ്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.